5 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ 8085 എന്ന് പറഞ്ഞ മൈക്രോ പ്രോസസർ IC ചിപ്പ് എന്ന് പറഞ്ഞത് ഇതൊരു 40 പിന്നുള്ള IC ആണ്. ഈ 40 പിന്നുകൾ എന്നാണ് രണ്ട് സൈഡിലുമായിട്ടാണ് ICയുടെ രണ്ട് സൈഡിലുമായിട്ട് 20 പിന്നുകളൊക്കെ ആയിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലുള്ള ഓരോ പിന്നുകളെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ലതുപോലെ പഠിക്കാനുണ്ട്. എന്നാൽ ഓരോ പിന്നുകളിലും കുറിച്ചിട്ടും ഒരേ മാർക്കിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് പരീക്ഷയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പിന്നിന്റെ യൂസ് എന്താണെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു പിന്നിന്റെ യൂസ് വെച്ചിട്ടായിരിക്കും ഇനിയൊരു പിന്നിന്റെ ഡീറ്റെയിൽ വന്നിട്ട് നമുക്ക് വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഈ 40 പിന്നുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കാനുണ്ട്. അയ്യോ 40 പിന്നെന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും പേടി വരും അല്ലേ? അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ 40 പിന്നുകളെ എന്ത് ചെയ്യാം, നമുക്ക് ചുരുക്കി 6 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് മാറ്റിയെടുത്തിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഈ 6 ഗ്രൂപ്പുകൾ ഇതാണ് നമ്മുടെ പിന്നിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ ഈ 40 പിന്നുകളെയാണ് ഇവിടെ വന്നിട്ട് എന്താണ് ചുരുക്കി ചില 6 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. 40 പിന്നുകൾ വന്നിട്ട് ഇവിടെ 6 ഗ്രൂപ്പായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ അഡ്രസ് ബസ് പിന്നുകൾ എന്ന് പറയും. സെക്കൻഡ് വൺ ഡേറ്റ ബസ് പിൻസ്. തേർഡ് വൺ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് പിൻസ്. ഫോർത്ത് വൺ പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽ പിൻ. അഞ്ചാമത്തത് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽസ് ഇൻക്ലൂഡിംഗ് ഇന്ററപ്റ്റ് പിന്നുകൾ. ആറാമത്തത് സീരിയൽ IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പിന്നുകൾ എന്നാണ്. നേരത്തെ തൊട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്നും കൂടി നമുക്ക് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് 40 പിന്നുകൾ 6 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് അഡ്രസ് ബസ്, ഡേറ്റ ബസ്, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ്. ഫിഫ്ത്ത് വൺ എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽസ് ഇൻക്ലൂഡിംഗ് ഇന്ററപ്റ്റ്സ്. സിക്സ്ത് വൺ സീരിയൽ IO പോർട്ട്സ്. ഈ പിന്നുകളൊക്കെയാണ് ഇവിടെ എന്താണ് രണ്ടാമത്തെ ഡയഗ്രാമിൽ 6 ഗ്രൂപ്പായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫുള്ളും എന്താണ് അഡ്രസ് ഡേറ്റ ബസ്സുകളുടെ പിന്നുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 2 പിന്നുകൾ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പിന്നുകളാണ്. പിന്നെ ഇവിടെ ഉള്ള കുറച്ച് പിന്നുകൾ വന്നിട്ട് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് പിന്നുകളായിട്ട് വർക്ക് ആകും. ഓക്കെ, പിന്നെ ഉള്ളത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ഇവിടെ വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് വന്നിട്ട് ഇതാണ് പവർ സപ്ലൈക്ക് ഉള്ളതും ഫ്രീക്വൻസി സിഗ്നൽസ് ഉള്ളതും. അത് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ 40 പിന്നും നിങ്ങൾക്ക് ചടപടേന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഉള്ളിലോട്ട് പോകാം ക്ലാസ്സിലോട്ട്. ഫസ്റ്റ് വൺ എന്താണ് അഡ്രസ് ബസ് ആണ്. ഇവിടെ അഡ്രസ് ബസ് ഡേറ്റ ബസ് വന്നിട്ട് 2 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്രസ് ബസ് ആൻഡ് ഡേറ്റ ബസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഈ അഡ്രസ് ബസ് ആൻഡ് ഡേറ്റ ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതിൽ 16 പിന്നുകൾ ഉണ്ടല്ലോ നമുക്ക്. ഓക്കെ, 8085 എത്ര പിന്നുകളുണ്ട്? 20 പിന്നുകളാണ് ഇരിക്കുന്നത്. ഇങ്ങനെ 20 പിന്നുകൾ രണ്ട് സൈഡുമായിട്ട് 20 ഇപ്പത്തെ 20ഉം ഇപ്പത്തെ 20ഉമായിട്ടും 40 പിന്നുകളാണ് ഇരിക്കുന്നത്. അതിൽ 16 പിന്നുകൾ വന്നിട്ട് 16 പിന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്രസ് ബസ്സിന് വേണ്ടിയിട്ടുള്ള പിന്നുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ 8085 16 സിഗ്നൽ ലൈൻസ് ആർ യൂസ്ഡ് ആസ് എ അഡ്രസ് ബസ്. ഈ പിന്നുകളെയും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും AD02, AD7 എന്ന് പറഞ്ഞിട്ടും A82, A15 വരെയുള്ള പിന്നുകളായിട്ടാണ്. 0 തൊട്ട് തുടങ്ങുന്നത് കൊണ്ട് 15 വരെ തീർക്കുന്നതായിട്ട് കാണണം കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോളും. എല്ലാവരും 1 തൊട്ട് തുടങ്ങുന്നതായിരിക്കും, അത് തെറ്റാണ്. AD02, AD7 എന്നും A8 തൊട്ട് A15 വരെയാണ് രണ്ടിതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അഡ്രസ് പിന്നുകൾ എന്ന് പറയുമ്പോൾ 16 പിന്നുകളാണ് ഇവിടെ അഡ്രസ് പിന്നുകളായിട്ട് വർക്ക് ആകാൻ പോകുന്നത്. ഈ അഡ്രസ് പിന്നുകൾ 16 പിന്നുകളെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ് AD0 തൊട്ട് AD7 വരെ എന്ന് പറഞ്ഞ പിന്നുകളും A8 തൊട്ട് A15 എന്ന് പറഞ്ഞ പിന്നുകളുമാണ്. ഇതിൽ A8 തൊട്ട് A15 വരെയുള്ള പിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷണൽ പിന്നുകളാണ്. അതെന്താ യൂണി ഡയറക്ഷണൽ എന്ന് പറയുമ്പോഴേക്കും ഒരു സൈഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ സിഗ്നൽ വന്നിട്ട് ഫ്ലോ ആവുന്നതായിരിക്കും. അതുകൊണ്ടാണ് അത് യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞ് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഹയർ ഓർഡർ അഡ്രസ് ബസ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 8085 എന്നാണ് 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 16 ബിറ്റ് അഡ്രസ് ലൈൻസ് നമ്മൾ ഹെക്സയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 4 0 തൊട്ട് അല്ലെ ഇങ്ങനെ 4 FF വരെ ആയിരിക്കും നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ലോവർ ബൈറ്റ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. മുമ്പിലിരിക്കുന്ന 2 നമ്പർ ഹയർ ബൈറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വേറെ ഒരു അഡ്രസ് പറയാം. ഈ 00 എടുക്കുന്നത് പകരം വേറെ ഒരു അഡ്രസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 9005 എന്ന് പറഞ്ഞ ഒരു അഡ്രസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്നതാണ് ഈ 9005 എന്ന് പറഞ്ഞ ഒരു അഡ്രസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 05 എന്ന് പറഞ്ഞതിനെ നമ്മൾ ലോയർ ബൈറ്റ് എന്നും ഏതാണ് ഈ 90 എന്ന് പറഞ്ഞതിനെ ഹയർ ബൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് A8 തൊട്ട് A15 വരെയുള്ള പിന്നുകൾ യൂണി ഡയറക്ഷണൽ ആയിട്ട് മാത്രമാണ് വർക്ക് ആകുന്നത്. ഇതിൽ ഹയർ ഓർഡർ അഡ്രസ് ബസ്സുകളാണ്. അപ്പൊ ഈ A8 തൊട്ട് A15 വരെയുള്ള പിന്നുകൾ എന്താണ് ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90 എന്ന് പറഞ്ഞിട്ടില്ലേ, ഈ 90 എന്ന് പറഞ്ഞാൽ ഹയർ ബൈറ്റ് പറഞ്ഞിട്ടില്ലേ, അതിന്റെ എന്താണ് 8 ബിറ്റുകളാണ് എന്ത് ഹയർ ഓർഡർ ബസ് ആയിട്ട് നമുക്ക് പോകുന്നതായിരിക്കും. അടുത്തത് എന്താണ്? AD02, AD7 വരെയുള്ള പിന്നുകൾ. AD02, AD7 വരെയുള്ള പിന്നുകൾ ബൈ ഡയറക്ഷണൽ പിന്നുകളാണ്. ബൈ ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സിംഗിൾ വയറിൽ തന്നെ എന്തായിരിക്കും? അതായത് ആ ബസ്സിൽ തന്നെ ഇങ്ങോട്ടേക്കും ഡേറ്റ മൂവ്മെന്റ്സ് ആകും, ഇങ്ങോട്ടേക്കും ഡേറ്റ മൂവ്മെന്റ്സ് ആകും. അതായത് രണ്ട് സൈഡിലും ഫ്ലോ വന്നിട്ട് ഡേറ്റാസ് വന്നിട്ട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അഡ്രസ്സുകൾ AD02, AD7 വരെയുള്ള പിന്നുകൾ ബൈ ഡയറക്ഷണൽ പിന്നുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇത് ലോ ഓർഡർ അഡ്രസ് പിന്നുകളാണ്. അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് എന്താണ് ലോ ഓർഡർ ബസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പൊ ഈ AD02, AD7 വരെയുള്ള പിന്നുകൾ എന്താണ് 05 എന്ന് പറഞ്ഞാൽ 8 ബൈറ്റുകൾ കൊണ്ടുപോകുന്ന പിന്നുകളായിരിക്കും. ഓക്കെ,
ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഇത് എഴുതിയപ്പോൾ എന്താണ് A8 to A15 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് അല്ലെ. പക്ഷേ ഇവിടെ എഴുതിയപ്പോൾ ഒരു ടിയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. AD0 to AD7 വന്നിട്ട് ടിയും കൂടി ചേർന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഇത് പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയത് എന്താണ്, ഇവിടെ തന്നെ നമ്മൾ അഡ്രസ് ബസ് പിന്നും നോക്കാൻ പോകുന്നുണ്ട്, ഡേറ്റാ ബസ് പിന്നും നോക്കാൻ പോകുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് രണ്ടാമത്തെ സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന AD0 to AD7 വരെയുള്ള പിന്നുകൾ ആദ്യം ഇവർ ഈ പിന്നുകൾ ഫുള്ളും അഡ്രസ് വാങ്ങുന്ന പിന്നുകളായിട്ട് വർക്ക് ആക്കും. അതായത് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, ലോ ഓർഡർ അഡ്രസ്സുകൾ വാങ്ങുന്ന പിന്നുകളായിട്ട് വർക്ക് ആക്കും. അഡ്രസ് കിട്ടിയ ഉടൻ തന്നെ എന്തായിട്ട് മാറും, ഡേറ്റാവ് കൊണ്ടുപോകുന്ന ബസ്സുകളായിട്ട് അത് മാറുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ വയസ്സിന്, അതായത് ഈ ഒരു എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ ഈ AD0 to AD7 വരെയുള്ള പിന്നുകൾ കണ്ടോ, ഇങ്ങനെ രണ്ട് സൈഡും ആരോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നുകൾ എന്താണ്, ആദ്യം അഡ്രസ് ലൈൻസുകളൊക്കെ ആയിട്ടായിരിക്കും വർക്ക് ആകുന്നത്. പിന്നെ അഡ്രസ് വാങ്ങിച്ച ഉടൻ തന്നെ ആ ലൈൻസുകൾ ഫുള്ളും എന്തായിട്ട് മാറും, ഡേറ്റാവ് കൊണ്ടുപോകുന്ന ബസ്സുകളായിട്ട് മാറും. ഡേറ്റാവ് കൊണ്ടുപോകുന്ന ബസ്സുകളായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ഡയറക്ഷണൽ ആയിരിക്കും. നമ്മൾ തുടക്കത്തിൽ തന്നെ മൈക്രോ പ്രോസസറെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്രോ പ്രോസസർ ഇതാണെന്നുണ്ടെങ്കിൽ പുറത്ത് മെമ്മറിയും IO ഡിവൈസസും ഉണ്ടാകും. അവിടെ നിന്നാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ഒക്കെ വരുന്നത്. അതുപോലെ മൈക്രോ പ്രോസസർ നമ്മൾ പറയുന്ന ടാസ്ക്, അതായത് ഇൻസ്ട്രക്ഷൻസ് എന്താണോ, ഇപ്പോൾ 2 നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ അഡിഷൻസ് ചെയ്യാൻ പറഞ്ഞാൽ ആ 2 നമ്പർ ഒന്നില്ലെങ്കിൽ മെമ്മറിന്നോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്നോ വാങ്ങിച്ചിട്ട് നമ്മൾ പറഞ്ഞ അഡിഷൻ പ്രോസസിംഗ് വന്നിട്ട് ചെയ്തിട്ട് അഗൈൻ എന്ത് ചെയ്യും, പുറത്തോട്ട് അതേ ലൈനിൽ തന്നെ ആയിട്ട് എന്താണ് ഒന്നില്ലെങ്കിൽ മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ഔട്ട്പുട്ട് ബസ്സിലോട്ടോ ആയിരിക്കും അയക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അയക്കുമ്പോഴേക്കും എന്ത് വേണം, സെപ്പറേറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയേഴ്സും ഔട്ട്പുട്ട് വേറെ ലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ വയേഴ്സും യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനകത്ത് 40 പിന്നുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി പോകും, എക്സ്ട്രാ ഇനിയും ഡേറ്റാവ് വാങ്ങാനായിട്ട് ഒരു വയേഴ്സും ഡേറ്റാവ് അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വയേഴ്സുകളും യൂസ് ചെയ്യേണ്ടി വരില്ലേ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി പിന്നെ എന്താണ് ആ അഡ്രസ് ലൈൻസുകൾ തന്നെ ആയിട്ട് എന്താണ് ഡേറ്റാ ബസ്സുകളായിട്ടും വർക്ക് ആകുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ 8085 എന്ന് പറഞ്ഞ ഇതിനകത്ത് അഡ്രസ് ലൈൻസ് 16 അഡ്രസ് ലൈൻസ് ഉണ്ടല്ലോ അല്ലെ. 16 അഡ്രസ് ലൈൻസിൽ AD0 to AD7 എന്ന് പറഞ്ഞതും A8 to A15 ഉണ്ട്. ഇതിൽ AD0 to A7 വരെയുള്ള പിന്നുകൾ അഡ്രസ് ആൻഡ് ഡേറ്റ ലൈൻസ് ആണ്. A8 തൊട്ട് A15 വരെയുള്ള പിന്നുകൾ അഡ്രസ് മാത്രം കൊണ്ടുപോകുന്ന ക്യാരി ചെയ്യുന്ന പിന്നുകളാണ്. അതായത് ഇത് വന്നിട്ട് എന്താണ്, A8 തൊട്ട് A15 വന്നിട്ട് ഹയർ ഓർഡർ അഡ്രസ്സുകൾ കൊണ്ടുപോകും. AD0 to AD7 വരെ ഉള്ളത് ലോ ഓർഡർ അഡ്രസ്സുകൾ കൊണ്ടുപോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 9005 എന്ന് പറഞ്ഞ ഒരു മെമ്മറിയിൽ എനിക്ക് ഒരു എന്താണ് 4A എന്ന് പറഞ്ഞ ഒരു ഡേറ്റാവാണ് മെമ്മറിയിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടത്. മെമ്മറിയിൽ നിന്ന് എന്താണ് 9000 എന്ന് പറഞ്ഞ ഒരു 5ൽ എനിക്ക് 4A എന്ന് പറഞ്ഞ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റാവ് ഞാൻ 8085 അടുത്ത് പറയണേ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് വാങ്ങുന്നു പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ AD0 to AD7 എല്ലാ അഡ്രസ് പിന്നുകളും ഇല്ലേ 16 അഡ്രസ് പിന്നുകൾ, ആ 16 അഡ്രസ് പിന്നുകളിൽ ഈ 9005 എന്ന് പറഞ്ഞത് നമ്മൾ ഹെക്സയിലാണ് പറയുന്നത്. അതെന്താകും, അതിൻ്റെതായിട്ടുള്ള ബൈനറിയും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ബൈനറി എങ്ങനെ എഴുതേണ്ടത്, ഇപ്പോൾ 8421 എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിൽ എഴുതണമെന്ന് ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് 2/0 2/1 2/2 2/3 അങ്ങനെയാണ് 8421 വരുന്നത്. അപ്പോൾ ഈ 9ന്റെ ബൈനറി ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും, 8ഉം 1ഉം കൂട്ടുമ്പോഴാണ് നമുക്ക് 9 വരുന്നത്. അപ്പം 8ന്റെ സ്ഥാനത്ത് 1 ഇടുക, എന്നിട്ട് 0 0 1ന്റെ സ്ഥാനത്ത് 1 ഇടുക. ഇനി 0 എന്ന് പറഞ്ഞതാണ് അടുത്ത് വേണ്ടത്. 0 എന്ന് പറയുന്നത് ഇതൊന്നും കൂട്ടണ്ട, അപ്പം 4 0 ആണ്. ഓക്കെ, അടുത്തത് പിന്നെയും 0 ആണ്, പിന്നെയും 4 0 ആയിട്ടായിരിക്കും വരുന്നത്. അടുത്ത് 5 ആണ്. 5 എന്ന് പറയുന്നത് 4ഉം 1ഉം കൂട്ടുമ്പോഴാണ് 5 വരുന്നത്. അപ്പോൾ 4ഉം 1 എന്ന് പറയുമ്പോഴേക്കും ആ സ്ഥലം മാത്രം നമ്മൾ എന്തിടുക, 1 ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 16 ഇത് വരുന്നുണ്ടോ, ഈ 16 വാല്യൂ ആണ് നമ്മുടെ ആ പിന്നുകളിലൊക്കെ സിഗ്നൽ ആയിട്ട് നമുക്ക് പോകാൻ പോകുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, 9005 എന്ന് പറഞ്ഞ ഒരു മെമ്മറിയിൽ പോയിട്ട് 4A എന്ന് പറഞ്ഞ ഡേറ്റാവ് റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും, ഇയാളുടെ അഡ്രസ് ലൈൻസ് 16 ലൈൻസ് ഇല്ലേ, ആ 16 ലൈൻസിൽ എന്ന് പറയുമ്പോൾ ഈ 9005 ഉള്ള ബൈനറി നമ്പേഴ്സുകൾ സിഗ്നൽ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. ഓക്കെ, ആ സിഗ്നൽ ഇങ്ങനെ 1001 ഇത് ഹയർ ഓർഡറിൽ ബസ്സിൽ പോകും, ഇത് ലോവർ പിന്നുകളിൽ നമുക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, 9005 എന്നുള്ളത് മനസ്സിലാക്കും. 9005ൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 4A എന്ന് പറഞ്ഞ ഡേറ്റാവ് റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു ഡേറ്റ ലൈൻ വേണ്ടേ. അപ്പോൾ ഡേറ്റ എക്സ്ട്രാ സെപ്പറേറ്റ് വയേഴ്സുകൾ യൂസ് ചെയ്യുന്ന പകരം നമുക്ക് ഇപ്പോൾ അഡ്രസ് കിട്ടി കഴിഞ്ഞല്ലോ അല്ലെ. അപ്പൊ ആ അഡ്രസ്സിലുള്ള 16ലുള്ള ആദ്യത്തെ 8 വന്നിട്ട് നമ്മൾ എന്തായിട്ട് മാറ്റാൻ പോവുക, ഡേറ്റാവായിട്ട് മാറ്റാൻ പോവുക. നമ്മൾ മാറ്റണേ അല്ല, മൈക്രോ പ്രോസസർ തന്നെ എന്ത് ചെയ്യും, ആ വയസ്സുകളെ ഡേറ്റാ വയസ്സുകളായിട്ട് മാറ്റിയെടുക്കും, ഡേറ്റാ ബസ് ലൈൻസുകളായിട്ട് മാറ്റിയെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് AD0 to AD7 വരെയുള്ള പിന്നുകളെ അയാൾ എന്ത് ചെയ്തു, ആദ്യം അഡ്രസ് ആയിട്ട് വർക്ക് ആകുന്നതായിരിക്കും, പിന്നെ എന്ത് ചെയ്തു, ഡേറ്റാവ് വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അഡ്രസ് പോകുമ്പോൾ ഇങ്ങനെ യൂണി ഡയറക്ഷണൽ ആയിട്ടായിരിക്കും പോകുന്നത്. അടുത്തത് എന്താണ്, അഡ്രസ് കിട്ടിയ ഉടൻ തന്നെ ഡേറ്റാവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ AD0 to AD7 വരെയുള്ള പിന്നുകൾ ഡേറ്റാ ബസ് ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും, അതിനകത്താണ് നമ്മൾ ഈ 4A എന്ന് പറഞ്ഞ ഡേറ്റാവ് റീഡ് ചെയ്തിട്ട് റിട്ടേൺ ഇങ്ങനെ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് AD0 to AD7 വരെയുള്ള പിന്നുകളെ യൂണി ഡയറക്ഷണൽ പിന്നുകൾ എന്ന് നമ്മൾ പറയുന്നത്. അത് ഒരു കണ്ടീഷൻ പ്രകാരമാണ് ആ പിന്നുകൾ എന്താണ് ആദ്യം അഡ്രസ് ആയിട്ട് വർക്ക് ആകും, പിന്നെ ഡേറ്റ ലൈൻസ് ആയിട്ട് വർക്ക് ആകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും AD0 to AD7 വരെയുള്ള പിന്നുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡബിൾ സൈഡ് ആരോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് എന്താണ്, ആദ്യം ഈ 8 പിന്നുകളും അഡ്രസ് ലൈൻസ് ആയിട്ട് വർക്ക് ആക്കും, പിന്നെ സം കണ്ടീഷൻ പ്രകാരം എന്താണ് ആ പിന്നുകൾ തന്നെയാണ് ഡേറ്റ ലൈൻ ആയിട്ട് വർക്ക് ആക്കാൻ പോകുന്നത്. ഡേറ്റ ലൈൻ ആയിട്ട് വർക്ക് ആകുമ്പോൾ മെമ്മറിയിൽ നിന്നും IO-വിൽ നിന്നും മൈക്രോ പ്രോസസർ വരാം, അല്ലെങ്കിൽ എന്താണ് മൈക്രോ പ്രോസസറിൽ നിന്ന് മെമ്മറിയിലോട്ടോ IO-വിലോട്ടോ പോകാം. ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. അതുകൊണ്ടാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്.
പിന്നെ എന്താണ് ഈ പിന്നുകൾ തന്നെയാണ് അഡ്രസ് ആയിട്ടും വർക്ക് ആകുന്നത്, ഡേറ്റാവായിട്ടും വർക്ക് ആകുന്നത്. ഡേറ്റാവിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പിന്നുകൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു പേരുണ്ട്. ഒരു പിന്ന് തന്നെ നമ്മൾ മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്ലക്സ്ഡ് പിന്നുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പർപ്പസിനല്ലേ യൂസ് ചെയ്യുന്നത്, അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും. അതുകൊണ്ട് ഈ പേരുകളെ നമ്മൾ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ആൻഡ് ഡേറ്റ ബസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എന്താണ്, A8 തൊട്ട് A15 വരെയുള്ള 8 പിന്നുകൾ എന്തുവാ ഹയർ ഓർഡർ ബസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളൂ. അഡ്രസ് എങ്ങോട്ടാണ് പോകുന്നത്, മൈക്രോ പ്രോസസറിൽ നിന്ന് മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസസിലോട്ടോ ആണ് പോകുന്നത്. അപ്പോൾ അത് ഒരു ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് യൂണി ഡയറക്ഷനിൽ എന്ന് നമ്മൾ പറയുന്നത് അതാണ് ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു സൈഡ് മാത്രം ഡയറക്ഷൻ ഇട്ടിരിക്കുന്നത്. ഇനി ഈ പിന്നുകളുടെ നമ്പർ നമ്മൾക്ക് പഠിക്കാനുണ്ട്, അതും ഒരു വിധത്തിൽ ചോദ്യത്തിൽ വരുന്നതാണ്. ഈ പിന്നുകളുടെ ഡീറ്റെയിൽസും നമുക്ക് ഒരു ചോദ്യമാണ്, പിന്നുകളുടെ നമ്പർ പോലും ചോദ്യമാണ്. നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്നാൽ AD0 to AD7 വരെയുള്ള പിന്നിന്റെ നമ്പർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 തൊട്ട് 19 വരെയാണ്. ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം എന്താണെന്ന് നിങ്ങൾ. പിന്നെ അടുത്തത് എന്താണ്, A8 തൊട്ട് A15 വരെയുള്ള പിന്നുകൾ എന്ന് പറയുന്നത് 21 തൊട്ട് 28 വരെയാണ്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ തന്നെ എന്താണ് 16 പിന്നുകളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, AD0 to AD7 പിന്നെ A8 തൊട്ട് A15 വരെ, AD0 to AD7 വരെ ഉള്ളത് എന്താണ് 12 തൊട്ട് 19 വരെയുമാണ്. അടുത്തത് A8 തൊട്ട് 15 എന്ന് പറയുമ്പോഴേക്കും 21 തൊട്ട് 28 വരെയാണ്. അങ്ങനെ നമ്മൾ അഡ്രസ് ആൻഡ് ഡേറ്റ പിന്നുകൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.